ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബട്ടക്സിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. അപ്പം ഏതൊക്കെ വ്യായാമങ്ങൾ ചെയ്താൽ നമുക്ക് നല്ല ഷേപ്പുള്ള നല്ല വൃത്തിയുള്ള ബട്ടക്സ് ആക്കിയെടുക്കാം എന്നുള്ള വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പം പല ആളുകൾക്കുമുള്ള പ്രശ്നമാണ് ബട്ടക്സിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന കൊഴുപ്പ്, ഷേപ്പില്ലാത്ത രീതി. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് വീട്ടിലിരുന്ന് പോലും ചെയ്യാൻ പറ്റുന്ന കുറച്ച് വർക്കൗട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ വർക്കൗട്ട് എന്ന് പറയുന്നത് എക്സോവർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വർക്കൗട്ടാണ്. ഇതേപോലെ എൽബോയും അതേപോലെ തന്നെ നമ്മുടെ ഒരു നീയും ഇതേപോലെ നിലത്ത് കുത്തിവെക്കുക. അതിനുശേഷം മറ്റേ കാല് ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് മുകളിലേക്ക് മാക്സിമം അപ്പ് ചെയ്ത് അതേപോലെ താഴേക്ക് ജസ്റ്റ് ടച്ച് ചെയ്ത് 15 റെപ്സ് വെച്ചിട്ട് 3 സെറ്റായിട്ട് വേണം ചെയ്യാനായിട്ട്. മാക്സിമം നിങ്ങളുടെ ഗ്ലൂട്ട്സ് ടൈറ്റ് ചെയ്ത് സ്ക്യൂസ് ചെയ്ത് വേണം ചെയ്യാനായിട്ട്. ഗ്ലൂട്ട് ഫാറ്റ് ബേൺ ചെയ്യാനും അതേപോലെ തന്നെ ഗ്ലൂട്ട്സിനെ നല്ല ഷേപ്പുള്ള രീതിയിലാക്കി മാറ്റാനും ഈ വർക്കൗട്ടുകൾ സഹായകരമായിരിക്കും. നിങ്ങൾക്ക് കംഫർട്ടായിട്ടുള്ള ഏത് പ്ലേസിലിരുന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു വർക്കൗട്ട് ട്രൈ ചെയ്യാവുന്നതാണ്. റൈറ്റ് ലെഗിന് ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റ് ലെഗ് വേണം ഇതേപോലെ തറയിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട്. അതേപോലെ തന്നെ ലെഫ്റ്റ് ലെഗിന് ചെയ്യുന്ന സമയത്ത് റൈറ്റ് ലെഗ് വെച്ചിട്ട് നമുക്ക് സപ്പോർട്ട് കൊടുക്കാവുന്നതാണ്. 2 ലെഗും ഒരേപോലെ തന്നെ 15 റെപ്സ് വെച്ചിട്ട് 3 സെറ്റായിട്ട് തന്നെ ചെയ്യുക. അടുത്ത വർക്കൗട്ട് എന്ന് പറയുന്നത് നമ്മൾ മുമ്പേ ചെയ്ത സെയിം വർക്കൗട്ടിൻ്റെ അതേപോലെ തന്നെയാണ്. ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും. നമ്മൾ നേരത്തെ ചെയ്തതിനേക്കാൾ കാല് കുറച്ചുകൂടി വൈഡാക്കി ഇതേപോലെ സൈഡിലേക്ക് വേണം ഉയർത്തി കൊടുക്കാനായിട്ട്. 15 റെപ്സ് വെച്ചിട്ട് 3 സെറ്റായിട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ബിഗിനേഴ്സിന് പോലും എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്നൊരു വർക്കൗട്ടാണിത്. അടുത്ത വർക്കൗട്ട് എന്ന് പറയുന്നത് ഡോങ്കി ലിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വർക്കൗട്ടാണ്. ഈ ഒരു വർക്കൗട്ട് ചെയ്യാനായിട്ട് ഇരുമുട്ടുകളും ഇതേപോലെ നിലത്ത് കുത്തിവെക്കുക. അതിനുശേഷം ഓരോ ലെഗും ഇതേപോലെ ഉയർത്തി കൊടുക്കുക. നിങ്ങളുടെ ഗ്ലൂട്ട്സ് മാക്സിമം ടൈറ്റ് ചെയ്ത് സ്ക്യൂസ് ചെയ്ത് വേണം ചെയ്യാനായിട്ട്. 15 റെപ്സ് വെച്ചിട്ട് 3 സെറ്റായിട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓരോ സെറ്റും ചെയ്ത് കഴിഞ്ഞ് 30 to 45 സെക്കൻഡ് വരെ റെസ്റ്റ് ടൈം എടുക്കാവുന്നതാണ്. നിങ്ങളുടെ ഗ്ലൂട്ട്സ് അല്ലെങ്കിൽ ബട്ടക്സിലെ ഫാറ്റിനെ ബേൺ ചെയ്യാനും അതേപോലെ തന്നെ ഇൻക്രീസ് ചെയ്യാനും അതേപോലെ തന്നെ ഷേപ്പ് ഉള്ളതാക്കി മാറ്റാനും സഹായകരമായിട്ടുള്ളൊരു വർക്കൗട്ട് കൂടിയാണിത്. അടുത്ത വർക്കൗട്ട് എന്ന് പറയുന്നത് ഗ്ലൂട്ട്സിന് ഹാംസ്ട്രിങ്ങിനും വേണ്ടിയിട്ട് ചെയ്യുന്നൊരു വർക്കൗട്ടാണ്. ഹിപ്പ് റെസ്റ്റ് എന്നാണ് ഈ ഒരു വർക്കൗട്ടിൻ്റെ പേര്. ഇതേപോലെ ഒരു ബാക്ക് സപ്പോർട്ടിന് വേണ്ടിയിട്ടൊരു ബെഞ്ചോ അല്ലെങ്കിൽ ചെയറോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അതിനുശേഷം ഹാൻഡ്സ് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഇതേപോലെ നിങ്ങളുടെ ഹിപ്പ് മൂവ് ചെയ്ത് കൊടുക്കുക. 15 റെപ്സ് വെച്ചിട്ട് 3 സെറ്റായിട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു 1 to 2 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. അത് സെയിം വർക്കൗട്ട് തന്നെ റിപ്പീറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാർഡിയോ കൂടി ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഒരു 30 മിനിറ്റ്സ് എടുത്ത് നമുക്ക് കാർഡിയോ കൂടി ചെയ്ത് കൊടുത്താൽ വർക്കൗട്ട് ഫിനിഷ് ചെയ്യാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ ഫാറ്റ് ബേൺ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ കാലറി ഡെഫിസിറ്റ് ഡയറ്റ് കൃത്യമായിട്ട് തന്നെ നോക്കുക. ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീട്ടിലിരുന്നാണ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നതെങ്കിൽ പോലും നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ വർക്കൗട്ട് ചെയ്യാനായിട്ട് സാധിക്കും. എല്ലാ ദിവസവും നിങ്ങൾ വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡിയെ ഹെൽത്തി ആക്കി വെക്കാനും അതേപോലെ തന്നെ ഫിറ്റ്നസ് കൈവരിക്കാനും അതുപോലെ തന്നെ നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിക്കാനും വർക്കൗട്ടുകൾ കൊണ്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. അടുത്ത സെഗ്മെൻറ്റ് പുതിയ വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ബൈ.